മനസ്സിന് താങ്ങാൻ കഴിയാത്ത വേഗത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, ആ പാട്ടുകൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തോട് സംഭവിക്കുന്നത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അടങ്ങാത്ത പ്രണയത്തെ ചില പാട്ടുകൾ ഏറ്റെടുത്ത് നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും വീട്ടിലൊക്കെ പോകുമ്പോൾ ആ പ്രണയം, ആ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രണയവും പുറത്തേക്ക് വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില അസ്വസ്ഥതകൾ, നമ്മുടെ ചില ഫ്രസ്ട്രേഷൻസിനെ ഏറ്റെടുത്ത് അതൊരു ആക്ഷൻ കോളാക്കി മാറ്റുന്ന തരത്തിലുള്ള വരികൾ അപൂർവമായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ വരാറുണ്ട്. വേടന്റെ പാട്ടുകൾ രണ്ട് തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുക എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ആ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്? യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നേരെ പിടിച്ചിട്ടാണ് അസ്വസ്ഥതകൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മളെ പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്നത്, കാഴ്ചപ്പാടുകളെ മാറ്റാൻ പ്രചോദനമാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ വരികളുടെ രാഷ്ട്രീയം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് കക്ഷിരാഷ്ട്രീയത്തിൻ്റെതല്ല, പക്ഷെ അത് മറന്നുപോയി അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നുവെന്ന് ചെറുപ്പക്കാരിൽ നാം ആലോചിക്കുന്ന രാഷ്ട്രീയ ബോധത്തെ വീണ്ടെടുക്കാൻ, അതിന് കരുത്തു പകരാൻ, അവർ പ്രതികരിക്കാൻ, അവർ ചിന്തിക്കാൻ, അവർ എഴുതാൻ, അവർ വരക്കാൻ, അവർ പറയാൻ, അവർ പാടാൻ, അവർ പങ്കാളികളാവാൻ, അവർ മാറ്റത്തിന് തിരികൊടുക്കാൻ കേൾക്കും ശക്തിയും അവർക്ക് നൽകുന്ന വരികളാണ്. അതുകൊണ്ട് തന്നെയാണ് വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് എന്ന കാര്യത്തിൽ സംശയമാണ്. മറ്റൊരു അസ്വസ്ഥതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള അസ്വസ്ഥതയായിട്ട് മാറുന്നു. ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ ആ വരികളിലൂടെ ഉൾക്കൊള്ളുമ്പോൾ ആ വരികൾ പാഠ്യ വിഷയമാക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് വിശദീകരണം ചോദിക്കുന്നതും ആ അസ്വസ്ഥതകളുടെ പേരിൽ തന്നെയാണ്. അത് ജാതി ഭീകരതയാണെന്ന് പറയുന്നതും ആ അസ്വസ്ഥതകളുടെ പേരിൽ തന്നെയാണ്. അവിടെ ടീച്ചർ എന്നൊക്കെ പറയപ്പെടുമെങ്കിലും ഒരു തരത്തിലും അങ്ങനെ വിളിക്കാൻ, ഒരു തരത്തിലും അങ്ങനെ അവകാശവാദം മുന്നോട്ട് വെക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാദങ്ങൾ ഈ പാഠം സംബന്ധിച്ച് വരുന്നതും അവിടെ തന്നെയാണ്. അപ്പൊ അവിടെ നമ്മൾ ആസ്വദിക്കുക മാത്രമല്ല, വേടന്റെ വരികൾ നമ്മൾ ആസ്വദിക്കുക മാത്രമല്ല, പക്ഷേ ആ വരികൾ നമ്മളിലേക്ക് പകരുന്നത് ഒരു പ്രചോദനമാണ്. പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള, പ്രതികരിക്കാനും സമൂഹത്തിൽ ഇടപെടാനുമുള്ള, ചുറ്റുപാടിലേക്ക് കണ്ണയക്കാനുള്ള പ്രചോദനമാണ്. ആ പ്രചോദനത്തിനാണ് തീർച്ചയായിട്ടും ഒരു അംഗീകാരം ഇവിടെ പ്രിയദർശിനി വായനശാലയുടെ പേരിൽ നൽകുന്നത് എന്ന കാര്യത്തിന് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ വരികളുടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഈ ആ വരികൾ അത് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിന്ന് ഒരു വായനശാല പുസ്തകങ്ങളെ മിക്ക രാഷ്ട്രീയ ഇത്രയും TV സാധനങ്ങളും സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള സാധനങ്ങളൊക്കെ ലോകത്തിൽ അനുഭവിക്കപ്പെട്ടതും ഇന്നും മനുഷ്യന്റെ ഓർമ്മകൾ ഏറ്റവും കരുത്തോടെ സംഭവിച്ചു വെച്ചിരിക്കുന്നത് കടലാസിൽ തന്നെയാണ്, പുസ്തകങ്ങളിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമാണ്. ചുരുട്ടിയാൽ ചുരുണ്ടു പോകുന്ന, കത്തിച്ചാൽ കത്തിപ്പോകുന്ന, വെള്ളത്തിലിട്ടാൽ അത് അലിഞ്ഞു പോകുന്ന കടലാസിൽ തന്നെയാണ് ഇപ്പോഴും. വേറെ എല്ലാ ആധുനിക സാങ്കേതിക വന്നിട്ടും ഇപ്പോഴും മനുഷ്യന്റെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ സംഭരിച്ചു വെച്ചിരിക്കുന്നത് കടലാസിൽ തന്നെയാണ്. ആ മരണമില്ലാത്ത ഓർമ്മകൾ, ആ ഓർമ്മകളെയാണ് പ്രിയദർശിനി വായനശാല പുതിയ തലമുറയ്ക്ക് വേണ്ടി നവീകരിച്ച് ഈ സ്നേഹതീരത്തിന്റെ തീരത്ത് ഇതുപോലെ പ്രാവർത്തിയം, അതുപോലെ തന്നെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ബാല്യത്തെ, വീണ്ടും യുവത വായിക്കുന്ന ഒരു കാലത്തെ വീണ്ടും സ്വപ്നത്തോടെ, പ്രതീക്ഷയോടെ നോക്കിക്കാണും. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, എഴുതപ്പെട്ടതിനേക്കാൾ കേട്ടതിനേക്കാൾ നാളെ പാടിയേക്കാൾ അതിനെ പകർത്തുന്ന പല സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങളും നാളെ വന്നേക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് ശബ്ദത്തെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കാലത്തെ സംബന്ധിച്ച് സ്വപ്നം കാണുന്ന ഇക്കാലഘട്ടത്തിലും ഈ പറയുന്ന ഉച്ചനീതിത്വങ്ങൾക്കെതിരെ ഒരാൾക്ക് കാണേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വരികൾക്കും മരണമുണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഈ യുവത കൊടുക്കുന്ന സന്ദേശം. തീർച്ചയായിട്ടും അതിന് കേരളമെമ്പാടും ആ പേരുകൾ ചെറുപ്പക്കാർ ഒഴുകിയെത്തുന്നത് ഈ തലമാലകൾ കണക്കെ വേടനിലേക്ക് അവർ വരുന്നത് ഇവിടെ വന്ന് അവസാനിക്കാനല്ല, അവിടെ വന്ന് ആ പാട്ടിന്റെ വരികളുടെ ഉടമയുമായി നടത്തുന്ന സംവാദത്തെ ഏറ്റെടുത്ത് തിരിച്ച് കടല പോലെ ലോകത്തേക്ക് ചെന്ന് അവിടെ ചുറ്റുപാടും ആ സന്ദേശം പകരാൻ കൂടി ആയിരിക്കും